പാലക്കാടിൻ്റെ MLA ആയ പിഷാരടിയോട് ഒരു അവതാരക ചർച്ചയിൽ ചോദിച്ചു, അങ്ങയുടെ കഷ്ടകാലങ്ങളെപ്പറ്റി എന്താണ് അഭിപ്രായം? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് കഷ്ടകാലമായിട്ട് ഒന്നുമില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കാറില്ലാത്തതുകൊണ്ട് ബസ് യാത്ര ചെയ്തിട്ടുണ്ട്, ഹോട്ടലിൽ മുറിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഒന്നുമല്ലെങ്കിൽ ബസ് സ്റ്റാൻഡെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ചിന്ത. അതായത് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ എപ്പോഴും ആനന്ദം നിറഞ്ഞു നിൽക്കും. വേദോത്സവം നമ്മളോട് നാളത്തെ സുവിശേഷത്തിൽ പറയുന്ന ഒരേ ഒരു വാക്യമാണ് ഇന്ന് ചിന്തയ്ക്കായിട്ട് വിഷയീഭവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. യോഹന്നാൻ 16:22. സന്ധ്യകളിൽ ഇലക്ട്രിക് ബൾബിൽ നിന്ന് വരുന്നത് മങ്ങിയ വെളിച്ചമായിരുന്നു. വോൾട്ടേജ് കുറവാണ്. ജനങ്ങൾ സമരം നടത്തി, വോൾട്ടേജ് കൂട്ടിക്കിട്ടണം. അധികാരികൾ പരിഹാരം ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ താമസിച്ച് നേടിയെടുത്തു. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോ വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആക്കുമാക്കും. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൻ്റെ പ്രത്യേകത ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആക്കി മാറ്റും. അപ്പോൾ യേശുക്രിസ്തു എന്ന പ്രകാശം വാഗ്ദാനം ചെയ്തിരുന്നത് വിശ്വാസത്തിൻ്റെ വോൾട്ടേജ് കൂട്ടുന്ന പരിശുദ്ധാത്മാവ് എന്ന സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിനെയാണ്. തൻ്റെ കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് മരണത്തിൻ്റെ തലേരാത്രി ശിഷ്യരോട് കർത്താവ് പറയുന്നു, ക്രിസ്തുവിനെ വീണ്ടും കണ്ടുമുട്ടുന്നവർ അവരുടെ ഹൃദയത്തെ ആനന്ദിക്കും എന്ന് പറയുന്നുണ്ട്. മണ്ണിനെ ഉഴവുകാർ ഉഴുതു തകർക്കുമ്പോഴാണ് വിത്തിൻ്റെ മുളകൾ ശക്തമായി വളരുന്നത്. തകർക്കപ്പെടുമ്പോൾ ചുറ്റിലും തകർന്നു കിടക്കുന്നവയിലേക്ക് മാത്രം നമ്മൾ നോക്കിയാൽ നമ്മൾ തകർന്നു പോകും. മറിച്ച് ഉത്ഥിതനിലേക്ക് നോക്കിയാൽ നമ്മൾ പ്രകാശിതരായി മാറും. ഇസ്രായേൽ ജനൻ ചെങ്കടൽ ചുറ്റിലും നോക്കി ഫറവോയുടെ സൈന്യത്തെയും കടലിനെയും നോക്കി പേടിച്ചു വിറച്ചു. മോശയാകട്ടെ ഉയരങ്ങളിലേക്ക് നോക്കി ദൈവത്തെ വിളിച്ചു. അപ്പോൾ വിറച്ചുകൊണ്ടിരുന്ന കടൽ വിറച്ച് മുറിഞ്ഞു മാറി വഴിയൊരുക്കി. നയാഗ്രയ്ക്ക് കുറുകെ കയറിലൂടെ ഒരാൾ നടന്നു. എങ്ങനെ ഇത് സാധിച്ചു എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരവിതായിരുന്നു, ഞാൻ നയാഗ്രയെ നോക്കിയില്ല, എൻ്റെ ലക്ഷ്യത്തെയും ആകാശത്തെയും മാത്രം ശ്രദ്ധിച്ചു. ഗലാത്യ ലേഖനം 5:22. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ആത്മാവിൻ്റെ ദാനമാണ് ഈ ആനന്ദം എന്ന് വേദോത്സവം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രകാശമായ ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് സെഹിയോനിൽ പ്രാർത്ഥിച്ച ശിഷ്യ സമൂഹത്തിലേക്കും പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യത്തെ വിലമതിച്ച ആ കൂട്ടായ്മയിലേക്കുമാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്. അവരോരോരുത്തരും അപ്പോൾ മുതൽ അവരിലേക്ക് പ്രകാശം ഇറങ്ങി വന്നു. അവർ പ്രകാശത്തിൻ്റെ വാഹകരായിട്ട് മാറുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ പ്രകാശത്തെ ലോകത്തിന് നൽകുന്നവരായിട്ട് അവർ മാറി. നിരാശ എന്നത് ഇരുട്ടാണ്, അത് പിശാച് കൊണ്ടുവരുന്നത് ഒന്നാണ്. അത് ആദിമാതാപിതാക്കളുടെ കാലം തൊട്ട് തന്നെ നമ്മൾ കാണുന്നു. പ്രത്യാശയുടെ ഏദനിൽ നിരാശയുടെ വിത്ത് വിതച്ച് അവരുടെ തകർച്ച നോക്കി ആനന്ദിച്ചവരാണ് പിശാച്. അപ്പോൾ ലോകവും ജഡവും ഒക്കെ നൽകുന്ന ഒക്കെയും നമുക്ക് നിരാശയും ദുഃഖവുമാണ് തരുന്നത്. ആദ്യം വലിയ സന്തോഷമെന്ന് കരുതി നമ്മൾ വാങ്ങിക്കുന്നതിന് പിന്നിൽ എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു ചൂണ്ടയുടെ കൊളുത്ത് ഉണ്ട്. അത് നമ്മളെ തിന്മയിലേക്ക് നയിക്കുകയും കൂടുതൽ തിന്മയിലേക്ക് നിവദിക്കുവാനിടയാകുകയും അങ്ങനെ നമ്മുടെ ജീവിതം മരണത്തിൻ്റെ ഒരു നാമാവശേഷമാവുന്ന ഒരു പ്രക്രിയയിലേക്ക് കടന്നു പോവുകയും ചെയ്യും. പക്ഷേ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മരണത്തിനും അതീതമായിട്ട് നമുക്കായി ഒരു സ്വർഗ്ഗം ഒരുക്കപ്പെട്ടിരിക്കുന്നുള്ള പ്രത്യാശയാണ്. നിങ്ങൾക്കൊരു വസനം ഒരുക്കുവാനായിട്ട് ഞാൻ പോകുന്നു എന്നല്ല ചെയ്ത യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ. ലോകത്ത് എന്ത് കഷ്ടത വന്നാലും തകർച്ച വന്നാലും ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തമാണോ? കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടുകളെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു. നടന്ന് പറയുന്നുണ്ട്, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എല്ലാത്തിലും നാം വിജയം നേടുന്നുവെന്ന് വേദവചനം നമ്മളോട് പറയുന്നു. നമ്മുടെ ദൈവം സ്വർഗീയ പിതാവാണ്. മക്കളെങ്കിൽ നമ്മൾ അവകാശികളാണ്. ദൈവം പ്രകാശമാണ്. സങ്കീർത്തനത്തിൻ്റെ വചനങ്ങൾ ഓർക്കാം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുന്ന ആത്മാവിൻ്റെ കൂടുകളായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം.